എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷമാം അല്ലെങ്കിൽ മസ്ക്മെലൻ്റെ ഒരു സ്പെഷ്യൽ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ഷമാമിൻ്റെയൊക്കെ സീസണാണ്. നമുക്ക് എല്ലായിടത്തും തന്നെ ഷമാമൊക്കെ കിട്ടും നാട്ടിൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് നമുക്കിത് വെച്ചിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വെറുതെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഇല്ല, പക്ഷേ ഇതുപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ഷമാമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് മൊത്തം എടുക്കുന്നില്ല. ഇതിൻ്റെ പകുതി എടുത്താൽ തന്നെ നമുക്കൊരു 2 ഗ്ലാസ്സിൽ കൂടുതൽ ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഞാനിതിൻ്റെ പകുതി പോർഷനാണ് ഇപ്പോൾ ജ്യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഉള്ളുണ്ടാവുക. ഉള്ളിൽ ഇതുപോലെ കുരു ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടെടുക്കണം. അതുപോലെ ഇതിൻ്റെ തൊലി കുറച്ച് കട്ടിയാണ് ഉണ്ടാവുക. അപ്പോൾ കട്ടിയിൽ തന്നെ ഇതിൻ്റെ തൊലി കളയാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷമാമെല്ലാം ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജ്യൂസ് ഒന്നുകൂടെ തണുത്ത് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും. ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് രണ്ടും നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു 8 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴവും കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് കട്ടിയിലുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ തണുപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഷമാമിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് തണുപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒത്തിരി നേരം കുതിർത്തിയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ആദ്യം ഒന്ന് ഈന്തപ്പഴവും അതുപോലെ തന്നെ ബദാമും കശുവണ്ടിയും വേണമെങ്കിൽ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഷമാം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് രാത്രി ഇട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈന്തപ്പഴം ഉള്ളതുകൊണ്ട് ഓൾറെഡി കുറച്ച് മധുരം ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് മധുരം ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈന്തപ്പഴം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഏലക്കായ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ടയാക്കിയിട്ടുള്ള പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തുകൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല ക്രീമി ആയിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പാല് കട്ടയാക്കി ചേർത്തേക്കുന്നതുകൊണ്ടും അതുപോലെ ഈന്തപ്പഴവും കശുവണ്ടിയും ബദാമും എല്ലാം കൂടെ ചേർന്നിട്ട് കുറച്ച് തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ട് ഇതിന്. ഞാനിനി മധുരമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. കണ്ടില്ലേ, സാധാരണ നമ്മൾ ഷമാം വെള്ളം ചേർത്ത് അടിക്കുന്നതിനേക്കാളും ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള നല്ല ജ്യൂസ് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സും അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം മുകളിൽ. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ജ്യൂസ്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ നമ്മുടെ ഈ ഷമാം ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷമാം ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.